നമസ്കാരം. മങ്ങാട്ട് തറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. ഇന്ന് അശ്വതി നക്ഷത്രത്തെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ജ്യോതിഷത്തിൽ 27 നക്ഷത്രങ്ങളെ കുറിച്ച് പറയുന്നു. അതിൽ ഏറ്റവും ആദ്യം പറയുന്ന നക്ഷത്രത്തിന്റെ പേരാണ് അശ്വതി. അതുകൊണ്ട് തന്നെ പരമപ്രധാനമായ സ്ഥാനമാണ് അശ്വതി നക്ഷത്രത്തിനുള്ളത്. ഒരുപാട് സവിശേഷതകളോട് കൂടിയ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന ആളുകൾക്ക് പല പ്രത്യേകതകളും ഉണ്ടാകുമെന്ന് പറയാറുണ്ട്. അതിൽ സവിശേഷപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളും, അതുപോലെ ജനനം മുതലുള്ള ദശാസന്ധി കാലങ്ങളെക്കുറിച്ചും ആ കാലങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളും ഒക്കെയാണ് ഇതിലൂടെ പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം അശ്വതി നക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾ ചോദിച്ചിരിക്കുന്ന ചില ചോദ്യങ്ങളുടെ മറുപടി കൂടി ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്രങ്ങളായിട്ടാണ് ജ്യോതിഷത്തിൽ സൂചിപ്പിക്കുന്നത് എങ്കിലും ഒട്ടുമിക്ക നക്ഷത്രങ്ങളും ഒരു നക്ഷത്രമല്ല, മറിച്ച് ഒരു കൂട്ടം നക്ഷത്രങ്ങളെയാണ് ഒരു നക്ഷത്രത്തിന്റെ പേരായിട്ട് പറയപ്പെടുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട നക്ഷത്രമായ അശ്വതിയും കുതിരമുഖം പോലെ കാണപ്പെടുന്ന ഒരു കൂട്ടം നക്ഷത്രമാണ്. അപ്രകാരം അശ്വതി നക്ഷത്രം ഉദിച്ചു നിൽക്കുന്ന സമയത്ത് ജനിക്കുന്നവർക്ക് അശ്വതി നക്ഷത്രമാണെന്ന് പറയുമെങ്കിലും ജനന സമയത്തെ അടിസ്ഥാനപ്പെടുത്തി ആ നക്ഷത്രം എത്ര നാഴിക വിനാഴിക കഴിഞ്ഞു പോയി എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ നക്ഷത്രത്തിൽ ജനിച്ച ആളുടെ പ്രത്യേകതകളെ കുറിച്ച് പറയേണ്ടത്. പലപ്പോഴും നക്ഷത്രഫലത്തിൽ ഒരു നക്ഷത്രത്തെക്കുറിച്ചുള്ള പൊതുവായ കാര്യങ്ങളായിരിക്കും പറയുക. അതുകൊണ്ട് തന്നെ അതേ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതാനുഭവങ്ങളിൽ വ്യത്യാസവും ഉണ്ടാവും. ഒരു ഉദാഹരണമായിട്ട് അശ്വതി നക്ഷത്രത്തിൽ തന്നെ 30 നാഴിക കഴിഞ്ഞിട്ടാണ് ജനനം എങ്കിൽ നക്ഷത്രത്തിന്റെ പകുതി മാത്രമാണ് അവിടെ ഉള്ളൂ എന്നതുകൊണ്ട് തന്നെ ദശാസന്ധിയിൽ വ്യത്യാസമുണ്ടാകും. അതോടൊപ്പം അനുജന്മ നക്ഷത്രങ്ങളായി വരുന്ന മകമൂലം നക്ഷത്രങ്ങൾക്കും കേതുദശയിലാണ് ജനനം. അപ്രകാരം ചിന്തിക്കുമ്പോൾ കേതുദശ 7 വർഷമാണ്. ജനന സമയത്ത് എത്ര നാഴിക വിനാഴിക കഴിഞ്ഞുപോയി എന്നതിനെ ആസ്പദമാക്കിയാണ് കേതുദശ എത്ര കാലമാണ് ഉള്ളതെന്ന് നിർണ്ണയിക്കുന്നത്. അശ്വതി നക്ഷത്രം 30 നാഴിക കഴിഞ്ഞാണ് ജനനമെങ്കിൽ പകുതി മാത്രമായിരിക്കും കേതുദശ ഉണ്ടാകുക. അപ്രകാരം ചിന്തിക്കുമ്പോൾ 3.5 വയസ്സ് വരെയാണ് കേതുദശ ഉണ്ടാകുക. അശ്വതി നക്ഷത്രത്തിൽ പിറക്കുമ്പോൾ കേതുദശയാണ് എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. ഹൈന്ദവ വിശ്വാസപ്രകാരം കേതുദശ അത്ര കണ്ട് ശുഭദശയായിട്ട് പറയുന്നില്ല. അപ്രകാരം ചിന്തിക്കുമ്പോൾ ജനന സമയത്ത് തന്നെ ഉണ്ടാവുന്ന ബാലാരിഷ്ടതകളെ ഇത് സൂചിപ്പിക്കുന്നു, അഥവാ ശാരീരിക ബുദ്ധിമുട്ടുകളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്രകാരം ചിന്തിക്കുമ്പോൾ പൂർണ്ണ നാഴികയിൽ അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുമ്പോൾ 7 വർഷക്കാലം കേതുദശയുണ്ട് എന്ന് പറയുമ്പോൾ 7 വർഷക്കാലം ബാലാരിഷ്ടതകൾ ഉണ്ടാവാതിരിക്കാനുള്ള പ്രാർത്ഥനയോടുകൂടി വേണം മുന്നോട്ട് പോകാൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ കേതുദശയിലാണ് അശ്വതി നക്ഷത്രക്കാരുടെ ജനനമെങ്കിലും ഈ ഒരു കാലം കഴിയുന്നതോടുകൂടി ശുക്രദശയിലേക്കാണ് പ്രവേശിക്കുന്നത്. അപ്രകാരം പറയുമ്പോൾ അശ്വതി നക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾ ജനിക്കുന്ന സ്ഥലത്ത് ധനാഭിവൃദ്ധിയും ഐശ്വര്യവും ഒരുപാട് ഗുണാനുഭവങ്ങളും ഒക്കെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നക്ഷത്രത്തിന്റെ നാഴിക വിനാഴികളെ തിരിച്ചറിഞ്ഞ് കേതുദശ എത്ര കാലമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ ആ ഒരു കാലയളവിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകാനും പിന്നീട് വരുന്ന സൗഭാഗ്യങ്ങളെ സ്വീകരിക്കാനും അശ്വതി നക്ഷത്രക്കാരുള്ള സ്ഥലത്ത് സാധിക്കും. കേതുദശ കഴിഞ്ഞാൽ 20 വർഷമാണ് ശുക്രദശ വരുന്നത്. അപ്രകാരം ചിന്തിക്കുമ്പോൾ 20 വർഷക്കാലവും ഈ നക്ഷത്രപൂർവർക്ക് ശുഭാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അശ്വതി നക്ഷത്രം പൂർണ്ണ നാഴിക ഉണ്ടെങ്കിൽ, അഥവാ 60 നാഴിക വരെ കിട്ടുന്നുവെങ്കിൽ 7 വയസ്സ് വരെ കേതുദശയും പിന്നീട് 20 വർഷം ശുക്രദശയുമാണ്. അപ്രകാരം ചിന്തിക്കുമ്പോൾ 27 വയസ്സിലാണ് ശുക്രദശ അവസാനിക്കുക. അങ്ങനെയെങ്കിൽ 22 വയസ്സിന് ശേഷം 27 വയസ്സ് വരെയുള്ള കാലഘട്ടം ശുക്രദശയിൽ ആകർഷണ സ്വഭാവം കൂടിയിട്ടുള്ള ചില പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്രകാരം ചിന്തിക്കുമ്പോൾ പ്രേമകാര്യങ്ങളിൽ ചാഞ്ചല്യം ഉണ്ടാവാനോ അല്ലെങ്കിൽ അത്തരം പ്രയാസങ്ങൾ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനോ ഈ കാലയളവിൽ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് അശ്വതി നക്ഷത്രക്കാര് 22 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ള കാലം കുറച്ചുകൂടി കൂടുതൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇവിടെ ജനനസമയത്തിന് ചില പ്രത്യേകതകൾ അനുസരിച്ചിട്ട് പ്രായത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെങ്കിലും അതിൽ അശ്വതി നക്ഷത്രക്കാർക്ക് ഇത്തരത്തിലുള്ള ചില പരീക്ഷണങ്ങൾ നേരിടേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഈ കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കുകയും ഇത്തരം പ്രയാസങ്ങളിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് ശുഭകരമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതുമാണ്. ഇപ്രകാരമുള്ള കാര്യങ്ങൾ എടുത്തു പറയുന്നത് 22 വയസ്സും 27 വയസ്സും എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ പഠന കാലഘട്ടമോ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന കാലവും ഒക്കെയാണ്. അപ്രകാരമൊക്കെ ചിന്തിക്കുമ്പോൾ ഈ ഒരു സമയത്ത് കൂടുതൽ ശ്രദ്ധ അശ്വതി നക്ഷത്രക്കാർക്ക് വ്യക്തിപരമായിട്ട് ആവശ്യമാണ് എന്നുള്ളതാണ് ഇതിലൂടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ അനുജന്മ നക്ഷത്രം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചില ആളുകൾ ചോദിച്ചിരുന്നു. അനുജന്മ നക്ഷത്രത്തിൽ വരുന്ന ആളുകൾക്ക് നല്ല കാലം വരുമ്പോൾ നല്ല കാലവും
മോശം കാലം വരുമ്പോൾ ഒരേപോലെ തന്നെ മോശം കാലവും വരാനുള്ള സാധ്യതയുണ്ട്. അപ്രകാരം ചിന്തിക്കുമ്പോൾ വിവാഹത്തിൽ ഇതേ നക്ഷത്രം തിരഞ്ഞെടുക്കുക വഴിയോ കൂട്ടുകെട്ടി വ്യാപാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ നക്ഷത്രക്കാരെ തിരഞ്ഞെടുക്കുകയോ ചെയ്യുമ്പോൾ കഷ്ടകാലം വരുന്ന സമയത്ത് കൂടുതലായിട്ട് അത് അനുഭവിക്കേണ്ടി വരുമെന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് ജന്മാനുജന്മ നക്ഷത്രങ്ങൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾക്ക് വർജിക്കണം എന്നുള്ളത് പറയുന്നത്. എന്നാൽ ഇവിടെ അശ്വതി നക്ഷത്രത്തിന് ഏക നക്ഷത്ര ദോഷം ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അശ്വതി നക്ഷത്രക്കാരായിരിക്കുന്ന ആളുകൾ തന്നെ വ്യത്യസ്ത സ്വഭാവമുള്ളവരും വ്യത്യസ്ത സാമ്പത്തിക സ്ഥിതിയുള്ളവരെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അതിന് കാരണം അവർ ജനിച്ചിരിക്കുന്ന തിഥി, കരണം, നിത്യയോഗം തുടങ്ങിയ ചില കാര്യങ്ങളുടെ വ്യത്യസ്തത കൊണ്ടാണ്. അതായത് അശ്വതി നക്ഷത്രക്കാരിൽ തന്നെ തിങ്കളാഴ്ച ജനിക്കുന്ന ആളുടെ ഒരു സ്വഭാവമായിരിക്കില്ല ശനിയാഴ്ച ജനിക്കുന്ന ആളുകൾക്ക്. തിങ്കളാഴ്ച ജനിക്കുന്ന ആളുകൾ ഒരുപക്ഷെ സൗന്ദര്യത്തിന് വളരെ പ്രാധാന്യം നൽകുന്ന ആളുകളായിരിക്കും. എന്നാൽ ശനിയാഴ്ച ജനിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ കർമ്മരംഗത്ത് അല്പം വേഗത കുറവായിരിക്കും. അതായത് ചെയ്യുന്ന കർമ്മങ്ങളിൽ വേഗത വളരെ കുറഞ്ഞായിരിക്കും ഇവരെ കാണുന്നുണ്ടാകുക. അപ്രകാരം ഓരോ ദിനത്തിലും ജനിക്കുന്ന ആളുകളുടെ സ്വഭാവത്തിൽ ഒരേ നക്ഷത്രക്കാർക്ക് മാറ്റം കാണുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും ഒരു വ്യക്തിയുടെ ജനനസമയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവരവരുടെ ജാതകം പരിശോധിക്കുമ്പോഴാണ് കൃത്യമായിട്ട് വ്യക്തിപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത് പലപ്പോഴും ആചാര്യന്മാര് പറയുന്നത്. അശ്വതി നക്ഷത്രത്തിന്റെ ദേവതകൾ എന്ന് പറയുന്നത് അശ്വിനി ദേവതകളാണ്. അതുപോലെ പൊതുവായിട്ട് അശ്വതി നക്ഷത്രത്തിനുള്ള ചില ഗുണങ്ങളെ കുറിച്ച് പറയുന്നത് സൗന്ദര്യം, ബുദ്ധിശക്തി, വിജ്ഞാന സമ്പാദനത്തിന് മുൻഗണന കൊടുക്കുക, ക്ഷിപ്രകോപം, വിനയം, സാമർത്ഥ്യം, ലോകപ്രിയത, ധനപുഷ്ടി തുടങ്ങി നിരവധി കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. എന്നാൽ അശ്വതി നക്ഷത്രക്കാർക്ക് ആദ്യകാലങ്ങളിൽ അല്ലെങ്കിൽ യുവത്വകാലങ്ങളിൽ ധാരാളം ധനസമ്പാദനത്തിന് യോഗമുണ്ട് എങ്കിലും പിന്നീട് ധനം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ യുവത്വകാലങ്ങളിൽ സമ്പാദ്യശീലം ഉണ്ടാക്കിയെടുക്കാൻ ഈ നക്ഷത്രക്കൂറുകാർ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ ധനനഷ്ടം ഭാവിയിലേക്ക് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ കൂടി ചെയ്തു പോകേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ പറയുമ്പോൾ അവരവരുടെ ജാതകത്തിലെ ഗ്രഹനില പരിശോധിച്ച് ധനനഷ്ടം ഉണ്ടാവാൻ സാധ്യതയുള്ള ജാതകമാണെങ്കിൽ അതിന്റെ പരിഹാര കർമ്മങ്ങൾ ചെയ്തു പോവുകയും അതോടൊപ്പം ധനം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതായിട്ട് കാണുന്നു. അതുപോലെ അശ്വതി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം സൗഹൃദങ്ങളിൽ പിണക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടവരായിട്ടാണ് അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുന്നത്. ഇവിടെ അശ്വതി നക്ഷത്രക്കാരെ ഇരിക്കുന്ന നിരവധി ആളുകൾ ഇത് ശ്രവിക്കുമ്പോൾ അവരുടെ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ സമയത്തുള്ള ദശാസന്ധി എന്താണെന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ അവരവരുടെ ജാതകത്തിൽ ഓരോ കാര്യങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് തിരിച്ചറിയണം. എങ്കിൽ മാത്രമാണ് അശ്വതി നക്ഷത്രക്കാരായിരിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അവരുടെ ജീവിത കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക. പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ അശ്വതി നക്ഷത്രക്കാർക്ക് ഉള്ള ചില പ്രത്യേകതകളെ കുറിച്ചാണ് ഇതിലൂടെ സൂചിപ്പിച്ചത്. ഇനിയിപ്പോ ആദ്യം പറഞ്ഞതുപോലെ 7 വർഷം കേതുദശ കിട്ടുകയാണെങ്കിൽ തന്നെ പിന്നീട് ഒരു 20 വർഷക്കാലം ശുക്രദശയാണ്, അത് കഴിഞ്ഞാൽ 6 വർഷം സൂര്യദശയാണ്, അത് കഴിഞ്ഞാൽ 10 വർഷം ചന്ദ്രദശയാണ്, അതിനുശേഷം പിന്നീട് 7 വർഷക്കാലം ചൊവ്വാദശയാണ്, ചൊവ്വാദശ കഴിഞ്ഞാൽ 18 വർഷക്കാലം രാഹുർദശയാണ്, ആ രാഹുർദശ കഴിഞ്ഞിട്ടാണ് പിന്നീട് വ്യാഴദശ 16 വർഷം വരുന്നത്. വ്യാഴദശയാണ് കുറച്ചും കൂടി ശ്രേഷ്ഠമായിട്ടുള്ള സമയമായിട്ട് പറയുന്നത്. അതുപോലെ രാഹുർദശയൊക്കെ നടക്കുന്ന സമയമാണെങ്കിൽ ശിരരോഗങ്ങൾ ഉണ്ടാവാം, ചില മാനസിക പ്രയാസങ്ങളും അതുപോലെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നു. ഇവിടെ കേതുദശയിലാണ് ജന്മം എന്ന് പറയുമ്പോൾ തന്നെ ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് വിഘ്നേശ്വര പ്രീതിയും സർപ്പപ്രീതിയും ഒക്കെയാണ് ആ സമയത്ത് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതുപോലെ രാഹുർദശയിൽ നാഗപ്രീതി നല്ലതാണ്, ചൊവ്വാദശയിൽ ദേവീപ്രീതി നല്ലതാണ്, സൂര്യദശയിൽ മഹാദേവ പ്രീതി ചെയ്യുന്നത് നല്ലതാണ്. അപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ അതാത് ദശാസന്ധികൾ അനുസരിച്ച് ചെയ്തു പോയാൽ തീർച്ചയായിട്ടും അതിന്റെ ഗുണഫലങ്ങൾ ലഭിക്കും. ഒരേ ദശാകാലത്ത് തന്നെ മറ്റ് ഗ്രഹങ്ങളുടെ അപഹാര കാലവും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്രകാരം ബുദ്ധിമുട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ദോഷഗ്രഹങ്ങൾക്ക് പരിഹാരമുള്ള പ്രാർത്ഥനകൾ കൂടി ആ സമയത്ത് ചെയ്തു പോകാം. ഈ രീതിയിലൊക്കെയാണ് അവരവരുടെ ജീവിതത്തിൽ ശ്രേഷ്ഠത ഭവിക്കുന്നതിന് വേണ്ടിയിട്ടും ദോഷഫലങ്ങൾ കുറയാനുമുള്ള പ്രാർത്ഥനകൾ ചെയ്തു പോകേണ്ടതായിട്ടുള്ളത്. അശ്വതി നക്ഷത്രക്കാരിരിക്കുന്ന ആളുകൾ അവരവരുടെ നക്ഷത്രഫലം ശ്രവിക്കും. എന്നാൽ ഈ രീതിയിൽ ജനനസമയത്തിന്റെ പ്രത്യേകതകൾ കൊണ്ട്, അതായത് എത്ര നാഴിക വിനാഴിക കഴിഞ്ഞിട്ടാണ് അശ്വതി നക്ഷത്രത്തിൽ ജന്മമെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇപ്പോഴുള്ള അവരുടെ ജീവിത അനുഭവങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ വിലയിരുത്തുന്നതിന് ജനനസമയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജാതകത്തിലെ ഗ്രഹനില സമ്പൂർണ്ണ വിചിന്തനം ചെയ്യേണ്ടതായിട്ടുണ്ട്. അശ്വതി നക്ഷത്രക്കാരുടെ പൊതുഗുണങ്ങളെ കുറിച്ച് പറയുമ്പോൾ ക്ഷിപ്രകോപം ഒരു പ്രത്യേകതയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ദേഷ്യം വരാതിരിക്കാനോ അല്ലെങ്കിൽ വരുന്ന ദേഷ്യത്തെ നിയന്ത്രിക്കാനോ ഒക്കെ പരിശീലിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. വിനയ സ്വഭാവം ഇവർക്കുള്ളത് കൊണ്ട് തന്നെ ആരെയും പെട്ടെന്ന് കയ്യിലെടുക്കാനും ആളുകളോട് സൗമ്യമായിട്ട് പെരുമാറാനും സാധിക്കുമെന്നുള്ളതാണ് അതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ലോകപ്രിയത ഇവർക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ലോകത്തിൽ അറിയപ്പെടുന്ന ആളുകളായിട്ട് മാറാൻ ഇവരെ കൊണ്ട് സാധിക്കും. അതായത് ഇവർ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ ഇവർക്ക് പെട്ടെന്ന് പേരും പ്രശസ്തിയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. പിന്നീട് കാര്യം എടുത്തു പറഞ്ഞത് ബുദ്ധി സാമർത്ഥ്യമുള്ളവരാണ് അശ്വതി നക്ഷത്രക്കാർ എന്നുള്ളതാണ്. മുൻപ് സൂചിപ്പിച്ചതുപോലെ ജനനസമയത്തിന്റെ പ്രത്യേകതകൾ കൊണ്ട് ബുദ്ധിയിൽ വ്യത്യസ്തത അശ്വതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുമെങ്കിലും പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ അശ്വതി നക്ഷത്രക്കാർക്ക് നല്ല സാമർത്ഥ്യമുള്ളവരും ബുദ്ധിയുള്ളവരുമായിട്ട് തന്നെയാണ് കാണുന്നത്. മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റാനും
എത്തിപ്പെടാനും ഇവർക്ക് പെട്ടെന്ന് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവരവരുടെ നക്ഷത്രപ്രകാരമുള്ള ചില ഗുണങ്ങളെ തിരിച്ചറിയുകയും അതിലൂടെ ശുഭകാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ദോഷകാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയും ചെയ്താൽ അശ്വതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വളരെയേറെ വിജയം കൈവരിക്കാൻ കഴിയുന്നവരാണ്. അതുപോലെ നമ്മൾ ദശാസന്ധികൾ പറഞ്ഞു വന്ന സമയത്ത് വ്യാഴദശ 16 വർഷമാണെന്ന് പറഞ്ഞു. പിന്നീട് 19 വർഷത്തെ ശനിദശയാണ് വരുന്നത്. പക്ഷെ ശനിദശയൊക്കെ വരുന്നത് കുറച്ച് വയസ്സായതിനു ശേഷമാണ് എന്നുള്ളത് കൊണ്ട് അത് കാര്യമായി നക്ഷത്രക്കൂറുകാരെ ബാധിക്കാൻ സാധ്യതയില്ല. വ്യാഴദശക്കാലം ഈ നക്ഷത്രക്കൂറുകാർക്ക് ശുഭകരമാണെന്ന് പറയുമ്പോഴും ജനനസമയത്തിന്റെ പ്രത്യേകത വെച്ചിട്ട് ജാതകത്തിലെ ഗ്രഹനിലയിൽ വ്യാഴത്തിന്റെ സ്ഥാനം അശുഭസ്ഥാനത്താണെങ്കിൽ വ്യാഴദശയിലും വേണ്ടത്ര ഫലങ്ങൾ ലഭിക്കാതെ പോയേക്കാം. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കൃത്യമായിട്ട് സാധിച്ചാൽ ഒരാളുടെ സാമ്പത്തിക സ്ഥിതിയും അതോടൊപ്പം തന്നെ ഭാഗ്യവും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അഥവാ ഭാഗ്യം ഉണ്ടാവാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും ഒക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നും മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. അശ്വതി നക്ഷത്രക്കാരിൽ സ്ത്രീ പുരുഷന്മാരുണ്ട്. അതിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അശ്വതി നക്ഷത്രം ലഭിക്കുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. അശ്വതി നക്ഷത്രക്കാരായിരിക്കുന്ന പുരുഷന്മാർക്ക് വളരെയേറെ ശ്രേഷ്ഠത കൈവരിക്കാൻ കഴിയുമെന്നാണ് പൊതുവിൽ പറയുന്നത്. എന്നാൽ ഇവിടെ സ്ത്രീ നക്ഷത്രക്കാർക്കും ഒരുപാട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിവാഹ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം പ്രാർത്ഥനകൾ ചെയ്തു പോകേണ്ടവരായിട്ടാണ് പറയുന്നത്. അതുപോലെ അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് മേടക്കൂറാണ്. മേടക്കൂറിന് അധിപനായിരിക്കുന്നത് ചൊവ്വയാണ്. അപ്രകാരമൊക്കെ ചിന്തിക്കുമ്പോൾ ദേവി പ്രീതി, സുബ്രഹ്മണ്യ സ്വാമി പ്രീതിയൊക്കെ ഈ നക്ഷത്രക്കൂറുകാർക്ക് ചെയ്യുന്നത് കൂടുതൽ ഗുണകരമാണ്. അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ്. അതുപോലെ പുരുഷ നക്ഷത്രമാണ്. പുരുഷ നക്ഷത്രം എന്ന് പറഞ്ഞാൽ അശ്വതി നക്ഷത്രത്തിൽ ഒരു സ്ത്രീയാണ് ജനിക്കുന്നതെങ്കിൽ പോലും നേതൃത്വ പാടവം ഈ നക്ഷത്രക്കൂറുകാർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ അറിയുന്ന പല അശ്വതി നക്ഷത്രക്കാരെ പോലെയോ നിങ്ങൾക്ക് ആവാൻ സാധിച്ചില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഒരാളുടെ ജനനസമയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ നിർണ്ണയിക്കുന്നത്. അത് നക്ഷത്രവുമായിട്ട് പൂർണ്ണമായിട്ടും ബന്ധമില്ലാത്ത കാര്യമാണ്. അപ്രകാരമെങ്കിൽ അശ്വതി നക്ഷത്രക്കാരായിരിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ സൗഭാഗ്യ കുറവുണ്ടെങ്കിൽ ആ സൗഭാഗ്യങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ജാതകത്തിലെ ഗ്രഹനില പരിശോധിച്ച് അതിനാവശ്യമായ പ്രാർത്ഥനകൾ നടത്തി മുന്നോട്ട് പോകേണ്ടതായിട്ട് പറയാറുണ്ട്. കാരണം ഇതേ നക്ഷത്രക്കാരിൽ തന്നെ ധാരാളം ധനികരായിരിക്കുന്ന ആളുകളും ഉണ്ടാവും, ധനമില്ലാത്ത ആളുകൾ ഉണ്ടാവും, ജോലിക്ക് സ്ഥിരതയുള്ള ആളുകൾ ഉണ്ടാവും, ജോലിയിൽ സ്ഥിരത കുറവുള്ള ആളുകളും ഉണ്ടാവും. ഇതൊക്കെ ജനനസമയത്തെ ആശ്രയിച്ചിട്ടുള്ള ജാതകത്തിലെ ഗ്രഹനില പ്രകാരം പറയേണ്ടുന്ന കാര്യങ്ങളാണ്. അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട ആളുകളെ കുറിച്ചുള്ള പൊതുവായ ചില കാര്യങ്ങൾ മാത്രമാണ് ഇതിലൂടെ സൂചിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എന്റെ എളിയ വാക്കുകൾ ശ്രവിച്ചതിന് ഒരുപാട് നന്ദി. നമസ്കാരം.